3 മണിക്കൂർ മിണ്ടിയും പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്. നമുക്ക് വെറും 799 കിട്ടും. നിങ്ങൾക്ക് കപ്പിൾ ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. നിങ്ങൾക്ക് 3 മണിക്കൂർ പ്രൈവസിയോട് മിണ്ടിയും പറഞ്ഞിരിക്കുകയാണെങ്കിൽ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇവർ പ്രൊമോഷൻ ആണ്, സംശയിക്കേണ്ട, ഇത് നാദിർ തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 5 കണ്ടസ്റ്റന്റ് ആയിരുന്ന അതേ നാദിർ. നമ്മൾ കേരളത്തിലെ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും മാതൃകയാകണം ഈ നാദിറ എന്ന് നമ്മളിൽ പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം ആരെയും വെറുപ്പിക്കാതെ എല്ലാവരും രസിപ്പിച്ച് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും വന്നിട്ട് എല്ലാവരുടെയും കയ്യടി വാങ്ങിക്കൊണ്ട് ഈ നാദിറ പുറത്തേക്ക് പോയി. വളരെ വലിയ പിന്തുണയാണ് നാദിറക്ക് നാട്ടുകാരും വീട്ടുകാരും ബിഗ് ബോസ് പ്രേക്ഷകർ എല്ലാവരും കൊടുത്തത്. ആ നാദിറ ഇപ്പോഴിതാ ഹോട്ടലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എത്തിയിരിക്കുകയാണ്. ഹോട്ടലിൽ മണിക്കൂറുകൾ മാത്രം നിൽക്കുന്നതിന്, അതായത് ഒരു സ്ത്രീക്കും പുരുഷനും വന്ന് മിണ്ടിയും മറഞ്ഞൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പാർക്ക്, ബീച്ച് ഇതൊക്കെ ഉണ്ട്. അതൊന്നല്ല, നിങ്ങൾക്ക് കുറച്ച് സീക്രട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ആരുമില്ലാത്തൊരു മുറി വേണോ? ദാ അതിന് നാദിർ എത്തിയിരിക്കുകയാണ്. 3 മണിക്കൂർ വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോന്നേക്ക് എന്ന് പറയുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത്. ഏതെങ്കിലും സ്ത്രീകള് ഇങ്ങനെ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യോ? അന്യ ഭർത്താവിന്റെ ഭാര്യയും കൊണ്ടാണോ നിങ്ങൾ വരുന്നത്? വിഷമിക്കേണ്ട, ഇങ്ങോട്ട് പോന്നോളൂ. ഇവിടെ നിങ്ങൾക്ക് രഹസ്യമായി സംസാരിക്കാനും നിങ്ങൾക്ക് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞിരിക്കാനൊക്കെ സൗകര്യം ഒരുക്കി കൊടുക്കാണ് നാദിറ. അതായത് വ്യഭിചരിക്കാനും അവഹിതത്തിനും നാദിറ വഴിയൊരുക്കിക്കൊണ്ട് എത്തിയിരിക്കുകയാണ്. മണിക്കൂറുകൾ മാത്രം നിങ്ങൾക്ക് തികയുന്നില്ലേ എന്നോ ഒരു ദിവസത്തേക്ക് എടുത്തോ, അതിനും ഓഫർ കൊടുക്കുന്നുണ്ട്. 1500 1499 എത്ര രൂപയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂർ നിങ്ങൾക്ക് മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാം. എന്താ അല്ലേ, കുടുംബം കലക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ തീ കോരിയിടാൻ വേണ്ടിയിട്ട് പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കിവിടെ പാർക്കുണ്ട്, ബീച്ചുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നില്ലേ? പ്രൈവസി കിട്ടത്തില്ലേ? നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പുറത്തൊക്കെ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ അവർ കേൾക്കുന്നുണ്ടോ? ആരും കാണാതെയും കേൾക്കാതെ ഇരുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് നാദിരയൊക്കെ പുതിയ സംരംഭം കൊണ്ടുവന്നില്ല. അതിന്റെ പ്രൊമോഷനായിട്ട് വന്നതായിരിക്കും. അത് മതിയല്ലോ, പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഏത് കുടുംബത്തിൽ ഏത് പെണ്ണുങ്ങളെ ഏത് ചെക്കന്മാരും വഴിപഴിച്ചു പോയാലും നമുക്കിപ്പോ എന്താ? അങ്ങനെ ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവർ അവകാശപ്പെടുന്നത്. ഇവർക്ക് 13 പ്രോപ്പർട്ടി ഇതുപോലെ ഉണ്ടെന്നാണ്. ഈ 13 പ്രോപ്പർട്ടിയും വളരെ മനോഹരമായിട്ട് പോകുന്നു. ഇപ്പൊ എറണാകുളത്ത് കാക്കനാടാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. കാക്കനാട് തുടങ്ങി എന്താണെന്ന് അറിയോ? ഇവിടെ ഇൻഫോ പാർക്ക് ഉണ്ട്, ഒരുപാട് സ്കൂളുണ്ട്, കോളേജ് ഉണ്ട്. ഇവരൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നത്. വ്യഭിചരിക്കാൻ മക്കളെ നിങ്ങൾ വേറെ ഒന്നും പോകണ്ട, ഇങ്ങോട്ട് പോകുന്നുള്ളൂ. 799 രൂപ മാത്രം എന്ന് പറയുന്നതായിരുന്നു ഇതിലും അന്തസ്സും. ഇങ്ങനെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല സ്റ്റൈലിൽ നല്ല സ്പീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യഭിചാരം തന്നെയായിരിക്കും. ഭംഗിയായി പറഞ്ഞെന്ന് കരുതിയിട്ട് വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നോളൂ എന്ന് പറഞ്ഞത് അത് മാറാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ഉദ്ദേശം അതൊക്കെ തന്നെയാണെന്ന് ഇത് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാകും. അല്പസമയം മുമ്പാണ് കേട്ടോ ഞാൻ ഈ ഒരു ആഡ് കണ്ടത്. ഈ ആഡ് കണ്ടപ്പോൾ മിണ്ടിയും പറഞ്ഞു ഇരിക്കാനായിട്ട് 3 മണിക്കൂർ പോലും നാണുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ആഡ് കൊടുക്കാൻ നിങ്ങൾക്കൊരു ഫെയിം ഇല്ലേ? നിങ്ങൾ സീസൺ 5 ഉണ്ടായ ഒരു കണ്ടസ്റ്റന്റ് അല്ലേ? ശരിയാണ്, നിങ്ങൾ പെട്ടിയെടുത്തിട്ട് പോയി. നിങ്ങൾ പെട്ടിയെടുത്ത് പോയപ്പോൾ എല്ലാവരും കൈയടിച്ചു. കാരണം നിങ്ങൾക്ക് ആ പൈസ കിട്ടുമല്ലോ, നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കട്ടെ. നിങ്ങളുടെ കുടുംബം നിങ്ങളെ വീട്ടിൽ കയറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങളുടെ അനീതിനെ നാട്ടുകാരെല്ലാവരും കൂടി പറഞ്ഞു കൊണ്ടുവന്നു. ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളുടെ അനീതിനെ കൊണ്ടുവന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം കിട്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെ കിട്ടി, ഇതെല്ലാം കിട്ടി. എന്നിട്ട് ഇപ്പോ ഇങ്ങനെ ഇത്രയ്ക്ക് നാണം കെട്ട ഒരു ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? സ്ത്രീയോ പുരുഷനോ? നാദിറ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് എങ്ങനെ തോന്നി? നാദിറ, നാണം ഉണ്ടോ നിങ്ങൾക്ക്? നാണം. അവഹിതം പരസ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ഈ ഒരു ആഡ് കണ്ടിട്ട് ഒരു പക്ഷെ കുറെ പേരുടെ മനസ്സിൽ ഇങ്ങനെ കുളിർമ ഉണ്ടായിട്ടുണ്ടാവും. ഇനി അവന്റെ ഭാര്യനെയും കൊണ്ടുപോകാം, ഇനി ഇവന്റെ ഭർത്താവിനെയും കൊണ്ടുപോകാം എന്നൊക്കെ എല്ലാവരുടെ മനസ്സിൽ ലഡുപൊട്ടി നിൽക്കുന്നുണ്ടാവും. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ വഴിതെറ്റിക്കാനായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കും ആരെങ്കിലൊക്കെ. അവർക്കൊക്കെ പൈസക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളും പൈസക്ക് വേണ്ടിയിട്ട്. ആരാന്റെ പിള്ളേര് നശിച്ചു പോയാൽ നിങ്ങൾക്ക് എന്താ അല്ലേ? വ്യഭിചരിക്കാനായിട്ട് സ്ഥലമുണ്ട് പോലും ഇങ്ങോട്ട് പോകുന്നേക്കുന്നത്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് നിൽക്കാനൊക്കെ ഒരു വില കുറച്ചൊരു റൂമൊക്കെ ഉണ്ട്, നിങ്ങൾ ഇവിടെ പോകുന്നോളൂ എന്ന് പറഞ്ഞതിൽ കുറച്ചെങ്കിലും അന്തസ്സുണ്ട്. ഇത് അൺമാരീഡ് കപ്പിൾസിനൊക്കെ വന്ന് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞ് നിൽക്കാനായിട്ട് 799 രൂപ ഉള്ളൂ. നിങ്ങൾ ഇവിടെ പോകുന്നുള്ളൂ. എങ്ങനെ തോന്നി നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞ് ചെയ്യാനായിട്ട്? അവഹിതം പരസ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ നാട്ടില് ഇപ്പൊ ഏത് എടുത്തു നോക്കിയാലും ഈ ഫോൺ ഉള്ളിടത്തോളം കാലം ഏതൊരു കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവുന്നത് ഈ അവഹിതം ആണ്. ഈ ഫോണിലൂടെ ഈ കണക്ഷൻ വന്ന് പല കുടുംബങ്ങളും തകരാനുള്ള കാരണം, ഒരു മെയിൻ കാരണം ഈ ഫോണൊക്കെ തന്നെയാണ്. ഇപ്പോഴിതാ റൂമും കൂടി ഒപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ളവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കാൻ മാത്രമല്ല, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവര് ഇതെല്ലാം അടിച്ചു നിരത്തി ഇതൊക്കെ കളയണം. എത്ര കുടുംബങ്ങളായിരിക്കും വഴിയാതാവുന്നത്? എത്ര കുട്ടികളാണ് വഴിപഴിച്ചു പോകുന്നത്? ഇതിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഇവരൊക്കെ മുക്കാലിലടിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ അടച്ചു പൂട്ടണമെന്ന് ആരും ആഗ്രഹിക്കുള്ളൂ. അവർ നിപ്പ് കണ്ടില്ലേ? ഇങ്ങനെ നിന്നിട്ട് പറയാ
799 രൂപ. നിങ്ങൾക്ക് അൺമാരീഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ഇതാ ഇവിടെ വന്ന് 3 മണിക്കൂറൊന്ന് സംസാരിക്കാം. കപ്പിൾസിന് കുടുംബമുണ്ട്, വീടുണ്ട്, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനാണെങ്കിൽ പാർക്കുണ്ട്, ബീച്ചുണ്ട്. ആരുമില്ലാത്ത ഈ റൂമിൽ വന്ന് 1-2 മണിക്കൂർ സംസാരിക്കാൻ, നിങ്ങളത് വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വിധം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇമ്മാതിരി ബിസിനസ് നടത്താം. പൈസക്ക് വേണ്ടിയിട്ട് പല ബിസിനസ് നടത്തുന്നവരുണ്ടാവും. എന്നാൽ ഇമ്മാതിരി തോന്നിവാസം ആരെങ്കിലും അത് പരസ്യം ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ നാണുണ്ടടാ, നാണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കാമുകനായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. നാദിര പറയണേട്ടാ, ഐ ഡോണ്ട് കെയർ. നാദിരയുടെ കാര്യം അറിയാലോ, നാദിരയുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന്റെ റീസണൊക്കെ ഉണ്ട്. അത് ഈ പെണ്ണായി പോകുന്നതുകൊണ്ട് മാത്രമല്ല, പല കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ഇതൊക്കെ സിമ്പിളായിട്ട് തോന്നും. ഇതൊന്നും വലിയ ഐ ഡോണ്ട് കെയർ. നിങ്ങൾ കാമുകനായിക്കോട്ടെ, അപരിചിതരായിക്കോട്ടെ, അല്ല അപരിചിതരല്ല, ആരാണ്, കല്യാണം കഴിക്കാത്തവരായിക്കോട്ടെ, അൺമാരീഡ് കപ്പിൾസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. ഇങ്ങനെയുള്ളവളുമാരാണ് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കുന്നത്. ഇവരെ ഇങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് അവർ അങ്ങനത്തവരാണ്, അവർ ഇങ്ങനത്തവരാണ് എന്നുള്ളൊരു ചീത്തപ്പേര് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ട്രാൻസ് ഹ്യൂമൻസ് ആണ്. ഇവരൊക്കെ മറ്റുള്ളവർ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള മെന്റാലിറ്റി ഉള്ളവർ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ മാറ്റി നിർത്തുന്നത്. അങ്ങനെ പരസ്യമായിട്ട് വ്യഭിചരിക്കാൻ വേണ്ടി ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയ നാദിര ഒരു ആഡ് കൊടുത്തിരിക്കുകയാണ്. എല്ലാവരെയും വഴിതെറ്റിക്കാനായിട്ട് നാദിര പുതിയൊരു പ്ലാനുമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ കല്യാണം കഴിക്കാത്തവരാണോ, അല്ലെങ്കിൽ അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നവരാണോ, അല്ലെങ്കിൽ അന്യന്റെ ഭർത്താവിനെ ആഗ്രഹിക്കുന്നവരാണോ, എങ്കിൽ പോന്നോളൂ. നിങ്ങൾക്ക് രഹസ്യമായി താമസിക്കാനായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് കുടുംബം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് കുട്ടികളുണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് പ്രാരാബ്ദം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തുണ്ടായിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് അന്യന്റെ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുമായിട്ടോ രഹസ്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ. ഞങ്ങളിതാ ഓഫറുമായിട്ട് ഒരു പ്രോപ്പർട്ടി തുറന്നു വെച്ചിരിക്കുന്നു കാക്കനാട്. എന്താലേ പോയി ചത്തൂടെ.